അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ കെട്ടിപ്പൂട്ടി കൊടുന്ന ലഗേജുകൾ വീണ്ടും റിട്ടേൺ കെട്ടി. അതിനർത്ഥം എന്താണ്? ജാത്താഹേ. അതായത് തിരിച്ച് നമ്മൾ എന്താക്കുകയാണ് ഗൈസ്, അങ്ങനെ തമിഴ്നാട്ടിലെ ജീവിതം എന്നല്ല, തമിഴ്നാട്ടിലെ വിരുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കേരളത്തിലോട്ട് പോവുകയാണ് ഗൈസ്. കേരളത്തിലോട്ട് പോകുമ്പോൾ എന്ത് അതെങ്ങനെ, അതെന്താ അപ്പോ മനസ്സിലായില്ല? ഇതേതാ? തമിഴ്നാട് ഏതിലാ പെടുക? തമിഴ്നാട് കേരളത്തിലാണോ ഇന്ത്യയിലാണോ പെടുക? അപ്പൊ കേരളം ഏതിലാ പെടുക? കേരളം ഏതിലാ പെടുക പറയും? അത് ഇന്ത്യയിലാ? അപ്പൊ പിന്നെ എങ്ങനെ തമിഴ്നാട് കേരളം മാറുക? തമിഴ്നാട് പാകിസ്ഥാനിലല്ലേ പെടുക? അതല്ല പിന്നെന്താ, തമിഴ്നാട് പാകിസ്ഥാനിൽ പെടും. ദുബായ് ഏതിലാ പെടുക? ഇതൊക്കെ എടി ഇതൊക്കെ ഇങ്ങോട്ട് കെട്ടിയ എൻ്റെ അടുത്ത് ഫ്രിഡ്ജിലൊക്കെ സാധനം ഉണ്ടാവും. ഒന്ന് പോയിട്ടേ ഉള്ളൂ, മൊത്തം നടക്കും ഞാന്. പക്ഷെ ഇതൊന്ന് അലേഹ ബാഗൊക്കെ വീഴുന്നിട്ടോ? അലേഹ ബാഗൊക്കെ വീഴരുതേ. അതോ വീണല്ലോ റബ്ബേ, ചമ്മന്തി ആവും കുട്ടി. എടി തമിഴ്നാട് പാകിസ്ഥാനിലല്ലേ പെടുക? ഉമ്മ പറയണത് കേരളം കൊല്ലത്തിലാണ്. കേരളം കൊല്ലത്തിലല്ലേ? അപ്പൊ തമിഴ്നാട് ഏതിലാ? തമിഴ്നാട് ഏതിലാ പറയും? പറയില്ല, ഉത്തരം പറയും. അപ്പൊ ദുബായ് ഏതിലാ പെടുക? ഒന്നും മാണ്ട, തൃക്കടിയിൽ ഏതിലാ വരിക? അത് ശരി, അത് കിട്ടിയല്ലോ, അത് വലിയ കിട്ടല, അത് അറിഞ്ഞാൽ മതി. നമ്മളെ റേഷൻ കട ഏത് പഞ്ചായത്തിൽ വാർഡിലെ വരിക? തൃക്കടിയോ? നിങ്ങളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏതില് വരിക? അത് മൂന്നും പഠിച്ചായി തൽക്കാലം, ബാക്കിയൊക്കെ ഒന്നും പോണ്ട കേട്ടോ. കാരണം നിത്യേന്തരം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മതി. റേഷൻ കാർഡും ഹോസ്പിറ്റലും സ്കൂളൊക്കെ മതി. പെൻഷൻ തിങ്കളാഴ്ച നാളെ പോകണം, റെഡി ആയിട്ടുണ്ടാവും. ആരാ സ്വിച്ച് അമർത്തുന്നുണ്ട്? അലേഹ സ്വിച്ച് അമർത്തുന്നുണ്ട്. അലേഹ ഇന്നലെ ഈ തൊട്ടിന്ന് നീച്ച് ഇങ്ങനെ നടക്കുക. ഞാൻ ഏതൊരു കുട്ടി ഇതിനെ നീച്ച് നടന്നു നോക്കുമ്പോ അലേഹ ഒറ്റക്ക് ഇറങ്ങി. അലേഹ കുട്ടി 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 മിയാസ്, നീ വെറുതാ ഊർക്ക് വെറുതാ? ഇവിടെ ഇവിടെ ഒരു വാടക ഒരു 2000-നൊക്കെ കിട്ടണം, എന്നാ സുഖം. അത് കേരളം തമിഴ്നാട് മാറ്റല്ലേ? തമിഴ്നാട്ടിൽ വാടകയ്ക്ക് ആൾക്കാർ ഇരിക്കാൻ കൂടുതലാ. $300. നമ്മള് കൊടുത്തിരുന്നതിന് എത്ര? ആ ഒറ്റമുറി വീടിന് ബൽക്കിതാത്താന്റെ അതിന് $600. ഇവിടെ $8000. മാറ്റണ്ട് കേട്ടോ. ഇനി കേരളത്തിൽ വാടകക്കാര് കുറവാണേ, ഇവിടൊക്കെ വാടകക്കാര് കൂടുതലാണ്. വാടകക്കാരിക്കാം വാടക കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇനി നമ്മള് അധികം വൈകിക്കണില്ല, ലഗേജുകളൊക്കെ കാറിലാക്കട്ടെ. ഇനി കിലോമീറ്ററുകളും മണിക്കൂറുകളും വണ്ടിയിലാണ് യാത്ര. ഒരു കണക്കിന് ട്രെയിനാണ് സുഖം, പക്ഷെ ഈ മക്കളെ കൊണ്ട് കാറിൽ വരിക നല്ലത്. കാരണം നിർത്തി പൊങ്കല് പറഞ്ഞ മാട്ടുപൊങ്കല് ആട്ടുപൊങ്കലും ഉണ്ട് ഇത്ര ഗൈസ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് പൊങ്കല് വിടുകയാണ്. നമ്മള് ഇൻഷാ അല്ലാഹ് ഞങ്ങള് 25-ാം തീയതി ഖത്തർ 5 ദിവസം രാജസ്ഥാനോ എന്താ അവിടെ അജ്മീർക്കോ? അത് നിങ്ങൾ ഇടക്കിടക്ക് പോണല്ലേ?
എത്ര ദിവസമാണ് ഇവിടുന്ന്? 2 ദിവസം. അതാ വെക്കണേ. നമ്മളവിടെ നിന്ന് തന്നെ 3-4 ദിവസം 2 രാത്രി 2 പകലൊക്കെ ഉണ്ട്. അങ്ങനെ അജ്മീർ പോവാണല്ലേ. എന്നാ നമ്മള് കേരളം പോവാണ്. എന്നിട്ടോളി കേരള ബോർഡർ കടക്കുക. ഓക്കെ. ഈരോട്, തിരുപ്പൂര്, കോയമ്പത്തൂര്, പിന്നെ പാലക്കാട്. ഇത് ഇവിടേക്കൊക്കെ ഓരോ മണിക്കൂർ ഇരിക്കണം. അതാണ് കേരളം, ഇന്ത്യ. റോഡ് എന്തേ ചപ്പശ്ശേരി ലോങ് അധിക. പക്ഷെ അതല്ല നല്ല റോഡ്. കുട്ടികളെ അലേഹ ഇവിടെ നിന്നോ. ഇജ്ജ് പൊങ്കലൊക്കെ കഴിഞ്ഞിട്ട് വാ കേട്ടോ. അലേഹ പൊങ്കലൊക്കെ കഴിഞ്ഞിട്ട് വാ കേട്ടോ. അലേഹ സാധനങ്ങൾ എടുത്തോളി, കുട്ടികളൊക്കെ എടുത്തോളി. സന ഇങ്ക വാ, ഇന്ത പുള്ളയെ കൊണ്ടുപോ. ഇന്ത അതിനെ ഞാൻ എടുക്കാം. ഇതിനെ എടുത്തോ. അങ്ങനെ ഗൈസ് നമ്മൾ യാത്ര തിരിച്ചു പോവുകയാണ്. അവിടുന്ന് ദുഹറിന് ഇറങ്ങി, അല്ല അവിടുന്ന് അസറിന് ഇറങ്ങി, ഇവിടുന്ന് ദുഹറിന് കയറാം അല്ലേ. ഓ എല്ലാവർക്കും അവയൊക്കെ കൊടുത്തോളി. അങ്ങനെ ഗൈസ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുക. അല്ലേ ഞാൻ അവിടെ എത്തിക്കോട്ടോ. 2 മക്കളെ നിങ്ങൾ നോക്കി ബാക്കിൽ ഇരുന്നിട്ട്. അല്ലേ താറ്റ പറയും. അല്ലേ താറ്റ കൊടുക്ക്, താറ്റ കൊടുക്ക്. നിങ്ങൾക്ക് ഫ്രണ്ടിലിരിക്കണോ? എന്തേ? അതാണ് ഏറ്റവും സുഖം. എവിടെ അത് പോയി കരിഞ്ഞു പോയി. രാവിലേക്ക് നോക്കിക്കോ. എല്ലാരോടും താറ്റ പറഞ്ഞു. ഈരോട്, തിരുപ്പൂര്, കോയമ്പത്തൂര് അങ്ങനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഗായ്സ് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നിങ്ങൾ വരി, അങ്ങോട്ട് വരി കേട്ടോ. ഞങ്ങൾ പോയരാം. അലേഹ താറ്റ പറയ്. ടാറ്റാ ടാറ്റാ. ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു ഗായ്സ്. ഇനി എത്രയോ നേരം നമുക്ക് വണ്ടിയിലാണ്. വണ്ടിയിലത്തെ ഒരു വീഡിയോ അന്ന് വരുമ്പോൾ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് മാറുന്നില്ല. നല്ല രസമാണ് വണ്ടിയിലത്തെ വീഡിയോ അല്ലേ. ഇറങ്ങുക, പമ്പേഴ്സ് മാറ്റുക, ചായ കുടിക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തിന്നുക. ഇപ്പൊ എനിക്ക് പള്ളേ പൈക്കണില്ല, ആർക്കും പള്ളേ പൈക്കണില്ല കേട്ടോ. ആർക്കും പള്ളേ പൈക്കണില്ല. ഉമ്മാക്ക് എന്താ ഒരു സങ്കടം പോരുമ്പോ, വിഷമം ഉണ്ടോ നിങ്ങൾക്ക് പോരുമ്പോ? പോരണ്ട, അവിടെ നിന്നോളേ. ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പോരി. ഇപ്പോഴും കൊണ്ടാക്കണം. എന്നിട്ട് വേണം എനിക്കൊന്ന് പഴയതുപോലെ ഒന്ന് നടക്കാൻ. ഒന്നും നടക്കണില്ല ഇപ്പൊ. പണ്ടൊന്നും ഞാൻ പെരേക്ക് തന്നെ കേറിയാന്നില്ല. ഇപ്പൊ എന്റെ അവസ്ഥ അറിയോ? പണ്ടൊക്കെ ഞാന് ചെലപ്പോ പറയും കൂടി ഇല്ല ഞാൻ ഇന്ന് വരുന്ന്. എന്ത് ഇതൊന്നും കാര്യമില്ല. അല്ലാ പഠിച്ചോനെ. അപ്പൊ എന്തായാലും നമ്മള് അവിടുന്ന് ഇറങ്ങി. 2 ദിവസം നിന്നുമ്മ. 2 ദിവസം. പിന്നെ ഫുഡൊക്കെ പിന്നെ കൊറേ കേരളത്തിലെ ഫുഡ് തന്നെ ഒരു പരമാവധി വെച്ചിക്കണ് അല്ലേ. പിന്നെ ഇന്നലെ രാത്രി നമ്മള് പുറത്തു പോയപ്പോ ഒരു ചിക്കിങ് കഴിച്ചു. ഇവിടുത്തെ ഫുഡ് നമുക്ക് പറ്റാനിട്ടോ അങ്ങനെയൊന്നും അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഓൾറെഡി എന്താ തമിഴ്നാട്ടിലാണെങ്കിലും പിന്നെ അതർ സ്റ്റേറ്റിലെ വെള്ളങ്ങളും എനിക്ക് പറ്റൂല. എൻ്റെ കാര്യം എനിക്ക് പറയാലോ. കാരണം അതൊരു എന്താണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒക്കെ മാതിരിയുണ്ട്. പക്ഷെ ഇവിടെ വീട്ടിലെ വെള്ളമൊക്കെ നല്ല നമ്മുടെ നാട്ടിൽ അതേ വെള്ളം കിട്ടി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ഓലിക്ക് അവിടുത്തെ വെള്ളം പറ്റൂല അങ്ങനെ എങ്ങനെയെന്നല്ല. സാഹചര്യങ്ങളും സിറ്റുവേഷനാണ് കഴിച്ച് നമ്മൾ പറഞ്ഞത്. ഓല് ഇനി ഇവിടെ എത്രയോ കാലം ഓല് ജീവിച്ച ആളുകൾക്ക് അതുകൊണ്ട് ഓല വെള്ളത്തിനോടും ആ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെടും.
ഇപ്പൊ ഓലിപ്പോ നമ്മളെ പെരേക്ക് വരുമ്പോ ഓല് ഇവിടുത്തെ അരിയും ഇവിടെ പൊഞ്ഞരിയ കഴിക്കുക. അവിടുത്തെ അരി വരുമ്പോ ഓലെന്താകും അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അതേമാതിരി തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോ നമ്മൾ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിക്കോ അല്ലെങ്കിൽ രാജസ്ഥാനിലേക്കോ ഒക്കെ യാത്ര തിരിക്കുമ്പോൾ 18 ദിവസം ഞങ്ങൾ ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡാളും അതും ഇതൊക്കെയാണ് അവിടെ, ഡാൽ പൊറാട്ടി അങ്ങനെയൊക്കെയാണ് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓരോ നാട്ടിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടക്കും അവിടുത്തെ ഭക്ഷണ രീതിക്കും നമ്മൾ പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഇപ്രാവശ്യം നമ്മളെന്തായാലും ഒക്കെ അടിച്ചു പൊളിച്ച് ഇന്നലെ ഒരു അപ്രതീക്ഷിതമായൊരു ടൂറും അതൊക്കെ നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിഞ്ഞ് നേരെ എന്താക്കാൻ പോണ ഗൈസ്, കേരളത്തിലോട്ട് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ വിചാരിച്ച ഒരു ദിവസം നിൽക്കുന്ന വിചാരിച്ചല്ലേ, പക്ഷെ 2 ദിവസം നിന്നതിൽ നിങ്ങൾ ഹാപ്പി അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മള് 4 ദിവസം ഇവിടെ നിക്കണ മേനിയുണ്ട്, 2 ദിവസം നമുക്ക് യാത്രയാണ് ഗൈസ്. അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഇനി ഞങ്ങള് വീടെത്തണമെങ്കിൽ രാത്രിയാവും. അതാണ് നമ്മൾ വരുന്നതിന്റെ മാറ്റം. ഓക്കെ, അല്ലാതെ വീട് ചെറുപ്പശ്ശേരി അല്ലല്ലോ, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ ഓലൊക്കെ എവിടെ ഓലെന്താ കൊണ്ടുവരാത്തെന്നൊക്കെ ചോദ്യം. ഓലൊക്കെ ഇപ്പൊ ബിസിനസ്സും ഡ്യൂട്ടിയും തിരക്കിലുമാണ്. അതാണ് പിന്നെ അങ്ങനെ പാല് കുടിക്കണില്ല ഈ കുട്ടി ഇപ്പൊ. ഏതാ വഴി ഇതൊക്കെ ആണെങ്കിൽ ചുടുകാട് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് പാലക്കാട്ടേക്ക് ഞാൻ ലൊക്കേഷൻ വെച്ചിക്കണേ, എവിടേക്ക് എത്താന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, തമിഴ്നാട്ടിലെ റോഡുകളും തമിഴ്നാട്ടിലെ എന്താണ് വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് കേറി ബൈപ്പാസിലോട്ട് കേറി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇതൊക്കെ നോക്കി എന്തേ ഒരു കൈക്കോളും. ആ കൊട്ടത്തളത്തിലിട്ട് 4 തിരുമ്പ പോലെ കഴുകല്. നിങ്ങളെങ്ങനെ പോണു കൊല്ലത്തേക്കോ? അത് കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് കൊണ്ടോ? ആലോചിക്കല. ഇവിടെ എന്തൊക്കെയോ റോഡിൽ കൂടെ ഇവിടെയൊക്കെ പാർക്കിങ്ങിനും കൂടി സ്ഥലമല്ലല്ലോ അല്ലേ? കൂടുതൽ ആൾക്കാരും സൈക്കിളിലോട്ടോ യാത്ര. അലേഹ ഈ വീഡിയോ ഓണാക്കി അപ്പൊ ഈ അലേഹ കരയാണ്. അതാണ് ഈ അലേഹന്റെ പ്രശ്നം. അലേഹ ഓക്കെ പൊട്ടിച്ചു കൊടുക്കണേ. ഇവിടുത്തെ തെരുവ് കച്ചവടം ഗൈസ്, തെരുവ് കച്ചവടങ്ങൾ കണ്ടില്ലെങ്കിൽ ഇതെന്താന്നറിയോ, വീത്ത് വെച്ച് കഴിഞ്ഞാൽ നെന്നിട്ട് വെക്കണ സാധനം. പഴം വാങ്ങണമ്മ. കദളിപ്പഴമുണ്ട്, പൂവമ്പഴമുണ്ട്, അങ്ങനത്തെ കുറേ പഴങ്ങൾ. സൈഡിലൂടെ ഒന്ന് വണ്ടി നിർത്താൻ സ്ഥലമില്ലേ.